പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നമ്മുടെ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞിട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാതൊരു വാലിച്ചില്ലേ. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചത്. അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർന്ന് യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പദാനമായി തന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നീ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് മുൻപേ അങ്ങ് പോകുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ ഈ പകൽക്കാലം പൊതിയുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അബ്ബാ, അങ്ങേ ആരാധിക്കുന്നപ്പ, സ്തോത്രം പറയുന്നപ്പ, സ്തോത്രം സ്തോത്രം. അമേൻ അമേൻ. 91-ാം സങ്കീർത്തനം 95-ാം സങ്കീർത്തനം പറയുന്നു, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. കരമുയർത്തി പറ, യഹോവ മഹാദൈവമല്ലോ, കർത്താവ് സകല ദൈവന്മാർക്ക് മീതെ രാജാവാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെട്ടാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അബ്ബാ, കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ഞങ്ങളെ കരുതിയതിന് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ ദിവസത്തെ 2026 ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇത് ലോകവ്യാപകമായ ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. വലിയ ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ. മഹത്വം വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. കർത്താവേ, ആ മറുരൂപ മലയിൽ വെളിപ്പെട്ടു വന്നതുപോലെ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഈ ഭൂമിയിൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ സഭായോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സഭായോഗങ്ങളിലും അസാധാരണമായ ആത്മശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അഭിഷക്തന്മാരെയും അസാധാരണമായി കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ഓരോ അഭിഷക്തന്മാരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ഓരോരുത്തരെയും അസാധാരണമായ നിലയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ പകൽക്കാലം ഉപയോഗിക്കുന്നതിന് നന്ദി പറയുക. പ്രത്യേകിച്ച് കർത്താവേ, അമേൻ അമേൻ, എല്ലാ സഭായോഗങ്ങളുടെ നടുവിലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടണമേ. ആരാധനയുടെ നടുവിൽ അമേൻ മഹത്വം ഇറങ്ങി വരണമേ. വലിയ പ്രസൻസ് ഇറങ്ങി വരണം. കർത്താവെ, ജനം അനുഗ്രഹിക്കപ്പെടണം. അമേൻ. അഭിഷക്തന്മാർ ശക്തമായി കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് വയറിനകത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, വയറിനകത്ത് അൾസറിനാൽ ഭാരപ്പെടുന്നവർ, അമേൻ, കുടലിനകത്തുണ്ടായിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമേൻ. ദഹനവുമായി ഡൈജഷൻ പ്രോബ്ലംസ് എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉദരങ്ങൾക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി സാമ്പത്തിക വിഷയങ്ങളിൽ പകർന്ന് കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, കുടുംബജീവിതം സമാധാനപരമായി തീരട്ടെ. ജോലിയിൽ ദൈവിക സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ജോലിയിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ അനിശ്ചിതത്വങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറി ദൈവിക സ്വസ്ഥതയോടുകൂടെ ജോലി ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ബിസിനസ് ചെയ്യുന്നവരെ ബ്ലെസ് ചെയ്യുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വിവാഹത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേണ്ടുന്നവണ്ണം കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവർക്ക് കൃപ കൊടുക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, ഈ പകലിനെ ഞങ്ങൾ അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സ്പെഷ്യൽ ഡേ ആയി മാറട്ടെ. അങ്ങയുടെ ഫേവർ പ്രത്യേകമായി അനുഭവിക്കുന്ന ദിവസമായി മാറട്ടെ. മിറക്കിൾസ് കാണുന്ന ദിവസമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അസാധാരണമായ ഗ്രേസ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് അനുവദിച്ച നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. നാളെയും അതുപോലെ തന്നെ ബുധനാഴ്ചയും നമുക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അസാധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ സദൃശ്യവാക്യം 29-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിൽ വായിച്ചാൽ വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ പെരിഷ്. അതായത് വെളിപ്പാടില്ല, ദർശനമില്ല. ആമേൻ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? വിഷനില്ല, കാഴ്ചപ്പാടില്ലാതെ വരുമ്പോൾ, ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോൾ അവിടെ ജനം നശിച്ചു പോകുവാൻ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമാണ്. അപ്പോൾ എന്തു പറ്റും? അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്നാ ചെയ്യണമെന്ന് അവർക്കറിയാൻ മേല. അങ്ങനൊരു അനുഭവത്തിലേക്ക് പോകാൻ പാടില്ല. ഏതൊരു ദൈവ പൈതലിനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. കുഞ്ഞുങ്ങളായാലും കൊള്ളാം, പ്രായമുള്ളവരായാലും കൊള്ളാം. ഒരു ലക്ഷ്യബോധത്തോടുകൂടെ വേണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുവാൻ. ഒരു ലക്ഷ്യമില്ലാത്തവൻ ഇപ്പം വാഹനത്തിലേക്ക് കയറി എങ്ങോട്ടെന്നറിയാൻ മേല, വട്ടം കറങ്ങുക, എങ്ങോട്ടെന്നറിയാൻ മേല, എങ്ങോട്ട് പോകണമെന്നറിയാൻ മേല, ചുമ്മാ ഓടുമ്പോൾ ഇന്ധനം തീരും, സമയം പാഴാകും, അവസാനം എവിടെ എത്തിച്ചേരുമോ? എങ്ങും എത്തിച്ചേരത്തില്ല. അതുപോലെ ആകരുത് നമ്മുടെ ജീവിതം. നമുക്ക് എല്ലാ ദിവസവും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്കൊരു ഷോർട്ട് ടൈം വിഷൻ ഉണ്ടാകണം, ലോങ് ടൈം വിഷൻ ഉണ്ടാകണം. അപ്പം അങ്ങനൊരു വിഷൻ ഇല്ല എങ്കിൽ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക. അവൻ 11 22 പേരാണ് ഒരു ടീമിൽ, 2 ടീമിലായിട്ട് കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 ടീമിനും ഒരു ലക്ഷ്യമുണ്ട്. അവർക്ക് അപ്പുറത്തെ ഗോൾ പോസ്റ്റിൽ ഗോൾ എത്തിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്തോടെ ചുമ്മാ അത് ഓടി നടക്കാനേ പറ്റുള്ളൂ. ലക്ഷ്യമുള്ളത് കൊണ്ടല്ലേ അവർക്ക്. ഇപ്പം ഇൻ കേസ് അവർക്ക് ലക്ഷ്യം അറിയത്തില്ലെങ്കിലോ അവർ ചിലപ്പോൾ അവരുടെ പോസ്റ്റിലൂടെ തന്നെ ഗോൾ അടിക്കാം, സെൽഫ് ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ലക്ഷ്യമുള്ളത് കൊണ്ട് അവർക്കറിയാം അപ്പുറത്തെ എതിരാളികളുടെ പോസ്റ്റിനകത്ത് വലയ്ക്കകത്ത് ബോൾ കൊണ്ടിടണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഒരു സൈഡിൽ നിൽക്കുന്ന 11 പേരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ എങ്ങനെയെങ്കിലും ആ ബോൾ അവിടെ എത്തിക്കാൻ നോക്കും. ആമേൻ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ആമേൻ. എനിക്ക് ആത്മീയമായ ലക്ഷ്യബോധം ഉണ്ടാകണം. ആമേൻ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാനുഷികമായ നിലയിലുള്ള ലക്ഷ്യബോധങ്ങൾ ഉണ്ടാകണം. ആമേൻ. ലക്ഷ്യബോധമില്ലാതെ വരുമ്പോൾ ജനം നശിച്ചു പോകും. ഉദാഹരണം പറഞ്ഞാൽ നെഹമ്യാവിനെ പോലെ അനേകർ ആ മതിൽ ഇടിഞ്ഞു കിടന്നത് കണ്ടതാണ്. പക്ഷേ നെഹമ്യാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, എനിക്ക് മതിൽ പണിയണം, എനിക്ക് ആ മതിൽ പണിയണം. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വിഷനായിരുന്നു. അപ്പോൾ ആ വിഷം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുള്ള റിസോഴ്സുകൾ ഒരുക്കപ്പെട്ടു. ഒരു ലക്ഷ്യവുമില്ലെങ്കിൽ എന്താ? ഒരു കാര്യവും നടക്കത്തില്ല. ഇതുപോലെ നമ്മുടെ ലൈഫിലും നമുക്ക് ലക്ഷ്യമുണ്ടാകണം. എന്നെ കർത്താവേ, ഈ ജൂലൈ മാസത്തിൽ എനിക്ക് ഇന്ന നിലയിൽ എത്തിച്ചേരണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ആത്മീയമായി എനിക്ക് ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം, എനിക്ക് ഇത്ര നേരം വേദപുസ്തകം വായിക്കണം, എനിക്ക് ഇത്ര ആളുകളോട് ഈ മാസം സുവിശേഷം പറയണം. ഇതൊരു ആത്മീയമായ ലക്ഷ്യം നമ്മുടെ അകത്തുണ്ടാകണം. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവിടെ വരും. എനിക്കൊരു ലക്ഷ്യമില്ല, ജൂലൈ അങ്ങനെ പോകട്ടെ എന്നൊരു ചിന്തയാണെങ്കിൽ എന്തില്ല, എനിക്ക് ലക്ഷ്യമില്ല. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കത്തില്ല. മറിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുക, ജൂലൈയിൽ എനിക്ക് 10 പേരോട് സുവിശേഷം പറയണം. കർത്താവേ, ഇന്ന് 12-ാം തീയതിയായി, എനിക്കിതുവരെ ആരോട് സുവിശേഷം പറയാൻ പറ്റും. അപ്പം നമ്മുടെ മനസ്സ് സുവിശേഷം പറയാനുള്ള ആഗ്രഹമായി, നമ്മൾ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ മാസം തുടങ്ങിയപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എനിക്ക് 10 പേരോട് സുവിശേഷം പറയണം, നടന്നില്ലല്ലോ, കർത്താവേ അതിനുള്ള അവസരം തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ലക്ഷ്യമില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര മാർഗ്ഗം മേടിക്കണമെന്നൊരാഗ്രഹം വേണം. ആമേൻ. ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമാണ്, എനിക്ക് ഈ പ്രായത്തിൽ ഇന്ന ലെവലിൽ എത്തിച്ചേരണം, കർത്താവെ എന്നെ സഹായിക്കണം, അതിനായിട്ട് കർത്താവിൻ്റെ കൃപ എനിക്ക് വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം ലക്ഷ്യമുണ്ടെങ്കിലേ, വിഷൻ ഉണ്ടെങ്കിലേ പ്രാർത്ഥനയുണ്ടാവുള്ളൂ, പ്രവർത്തിയും ഉണ്ടാകും. ഇത് രണ്ടുമില്ലാതെ വരുന്ന എപ്പോഴാണ്? വിഷൻ ഇല്ലാതെ വരും. അവിടെയാണ് ജനം നശിച്ചു പോകുന്നത്, അധോഗതി പ്രാപിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ചുമ്മാ അങ്ങോട്ടും നടക്കുക. ഇപ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളയാൻ എനിക്കില്ല.
അപ്പം ഞാൻ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് വെറുതെ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് എന്നെ ഉൾപ്പെടെ നിങ്ങളെ എല്ലാവരും ഓർപ്പിക്കുന്നു, നമുക്കൊരു ലക്ഷ്യബോധത്തോടു കൂടെ വേണം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. വിഷൻ ഇല്ലെങ്കിൽ പരീക്ഷയായി പോകും. സഭയ്ക്കൊരു വിഷൻ ഉണ്ടാകണം, ദൈവമക്കൾക്കൊരു വിഷൻ ഉണ്ടാകണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകണം. എല്ലാത്തിനും നമുക്കൊരു വിഷൻ ഉണ്ടാകണം. ആ വിഷൻ ഉണ്ടോ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നാ ചെയ്യണം? ദർശനം എഴുതുക എന്ന് വചനത്തിൽ പറയുന്ന പോലെ ഇന്ന് പകൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ജൂലൈ മാസത്തിന് വേണ്ടി ഇന്നൊരു ഞായറാഴ്ചയല്ലേ, ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരു പുതിയ ആഴ്ചയിലേക്ക് കയറുകയല്ലേ, ഈ ആഴ്ചയ്ക്ക് വേണ്ടി ഒരു ദർശനം എഴുതുക, ഈ ഒരു മാസത്തിന് വേണ്ടി ഒരു ദർശനം എഴുതുക. എന്നിട്ട് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും ഈ വർഷം തീരാൻ അടുത്ത 5.5 മാസം. അപ്പം കർത്താവിനോട് കർത്താവ് ഈ 5.5 മാസം ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ദർശനം എഴുതുക. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ യഹോവയിലെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കരമുയർത്തി പറ, ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.